ഇന്ന് ഞാനും വിഷ്ണുവും ടോട്ടൽ 5 ചലഞ്ചസിൽ പരസ്പരം കോമ്പീറ്റ് ചെയ്യാൻ പോവാണ്. ബട്ട് ഈ ചലഞ്ചസ് എന്താന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല. ഈ ചലഞ്ചസിനെ ഈസി ഓർ ഡിഫിക്കൽട്ട് ആക്കാൻ കഴിവുള്ള മറ്റൊരു മെയിൻ ക്യാരക്ടർ ഉണ്ട്. ഞാനല്ലാത്ത മറ്റൊരു മെയിൻ ക്യാരക്ടറിന്റെ കഴിഞ്ഞ വീഡിയോയില് എന്നെ നാണം കെടുത്തിയതിന് വിഷ്ണുവിനെതിരെ ഒരു റിവെഞ്ച്, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരും ഞാൻ കാണിക്കും. പക്ഷേ റിവെഞ്ച് നടക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാച്ച് ടിൽ ദ എൻഡ്. ഫസ്റ്റ് ചലഞ്ച് പെനാൽറ്റി ഷൂട്ട് ഔട്ട്. ജസ്റ്റ് ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് അല്ല, ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചലഞ്ചിനെ മൊത്തത്തിൽ ചേഞ്ച് ആക്കണേ ആ ഒരു മെയിൻ ക്യാരക്ടർ. മെയിൻ ക്യാരക്ടർ ഇവനല്ല. ഈ ബോൾ കണ്ടോ, ഇതാണ് മെയിൻ ക്യാരക്ടർ. കാരണം ഇതിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിലെന്താണുള്ളത് അതേപോലെ തന്നെ ഞങ്ങൾ ഓരോ ചലഞ്ചും ചെയ്യണം, എന്നാലേ പോയിന്റ് കിട്ടുള്ളൂ. പിന്നെ ഈ ചെങ്ങായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ, നിങ്ങളെ ജീവിതം എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് അപ്പറയാം. ജനുവരി 1-ാം തീയതി ന്യൂ ഇയറിൻ്റെ അന്ന് ആക്സിഡൻ്റ് ആയി. ന്യൂ ഇയർ ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ, ന്യൂ ഇയറിൻ്റെ അന്ന് ആക്സിഡൻ്റ് ആയി. ഈ വർഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വർഷമാണെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഇപ്പോഴും ഇത് കെട്ടി. കഴിഞ്ഞ വർഷം മൂഞ്ചി, ഈ വർഷം മൂഞ്ചി. വിഷ്ണു ഓൻ്റെ ഫസ്റ്റ് ഇത് എടുക്കാട്ടോ. ഓൻ അത്ര പ്രശ്നമല്ല, വീക്ക് കൂട്ടാ. നിക്ക ചെങ്ങ. എനിക്ക് എങ്ങനെ ഇതിൽ ഏറ്റവും പ്രശ്നം ബ്ലൈൻഡ് ഫോൾഡ്, അത് വന്ന ഊമ്പി. ഇത് റിഗ്ഡ് അല്ല കേട്ടോ, ഇത് റിഗ്ഡ് അല്ല. യുവർ ചോയ്സ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കാം, പക്ഷെ വിഷ്ണു വീക്ക് ഫുട്ട് കൊണ്ട് അടിക്കണം. ഞാൻ ജയിച്ചു, എനിക്കൊരു പോയിന്റ് കിട്ടി. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലെറ്റ്സ് ഗോ. കീപ്പറേ, എനിക്ക് ആകെ ഒരു ജോലിയുള്ളൂ, അത് ഡൈവ് ചെയ്യലാണ്. ഒന്ന് ചെയ്യ്. ഇന്റെ ഫസ്റ്റ് വൺ ഈസി. പ്രൊഫഷണൽ പ്ലെയർ, പക്ഷെ ഒറ്റ കാലേ ഉള്ളൂ. മെല്ലൊന്നും അടിക്കൂല. എനിക്ക് കഴിഞ്ഞ ചലഞ്ചിൽ ഞാൻ നാണം കിട്ടതാ. അപ്പോ ഇന്നിന്റെ റിഡംഷൻ ആർക്ക്. ചെക്കനൊക്കെ റെസ്റ്റ് ഒക്കെ കൊടുക്കും. നിങ്ങൾ എന്താണത്? ടോപ്പ് കോർണർ, ആ കോർണർ ഉണ്ടോ? അടി പോകൂല. ഫേക്ക്. ആ കോർണർ കയറ്റുന്നു. 27 വർഷത്തെ എക്സ്പീരിയൻസ്. നെവർ മിസ്ഡ് എ പെനാൽറ്റി. എടാ 28 ആണ്. സോറി, കഴിഞ്ഞ വർഷം 28. ഗൈസ്, ചലഞ്ചിലെ ഫസ്റ്റ് പോയിന്റ് എനിക്കാട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യം ഉണ്ട്. ഇവിടെന്നാ തോൽക്കുന്നൊക്കെ ഒരു പണിഷ്മെന്റ് ഉണ്ട് ലാസ്റ്റ്. എന്താ അതെന്താന്നൊക്കെ അപ്പൊ പറഞ്ഞുതരാം. ലാസ്റ്റ് അല്ലേന്ന് ഓനക്ക് അറിയണോ തോൽപ്പിക്കുന്നു. ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, 50K ആയാല് ഞങ്ങളെല്ലാരും ഈ ബൂബ്സ് റിവ്യൂൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞു എല്ലാരും ബൂബ്സ് റിവ്യൂലും ഉണ്ടാവും. കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇപ്പോ 37 എന്തോ ആയിക്കണ്, ഒരു 13,000 കൂടെ മതി. 50K ബൂബ്സ് റിവ്യൂൽ. ഇവിടെ 5 ആളുണ്ട്. 10 ബൂബ്സ് ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. സെക്കൻഡ് ചലഞ്ച് ജഗ്ലിംഗ് ആണ്. ആരാണോ ഏറ്റവും കൂടുതൽ കൊളാക്കാതെ ജഗ്ൽ ചെയ്യുന്നുണ്ട് ഓർക്കൊരു പോയിന്റ് എഗെയിൻ. പക്ഷെ നമ്മളെ മെയിൻ ക്യാരക്ടർ ഡിസൈഡ് ചെയ്യും എങ്ങനത്തെ ജഗ്ലിംഗ് ആണ്. ഫസ്റ്റ് ഞാൻ എടുത്തോളാം. ഓനക്ക് ബാക്ക് കൂടെ കാണുന്നുണ്ടോന്നുണ്ട് കേട്ടോ. കണ്ണടിച്ചാണ്ട് എടുത്താ എന്താണ് കാണിച്ച കാണിച്ചു കൊടുത്താ. ഒൺലി നീസ് ആൻഡ് എബോയ്, അതായത് ഇവിടുന്ന് മേലേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ 2 സാധനമല്ല. ഇത് എന്തായാലും കാര്യമില്ല, ജഗ്ലിംഗിൽ തോൽപ്പിക്കും. ബ്ലൈൻഡ് ഫോൾഡ് കിട്ടിയാൽ നല്ലത്. ഞാൻ അതുകൊണ്ടാണ് തോറ്റത് എന്നതിലും പറയാം. ഇതല്ലെങ്കിൽ നാണക്കേടാ. കണ്ണും വേണ്ട അടുത്തത്. എന്നാ ഒന്ന് പിടിക്കും. ഇനി ഒരു വണ്ണം കെട്ടിയില്ല. എടാ എന്നാലും ഞാൻ തോൽക്കും. എനിക്ക് ജഗ്ല് ചെയ്യാറില്ല. ഫസ്റ്റ് വിഷ്ണു എന്നാ എനിക്ക് ഒരു അതെങ്കിലും സ്റ്റോൺ പേപ്പർ സീസർ തോൽക്കുന്ന ആള് ഫസ്റ്റ്. ഒറ്റന്നുള്ളൂ. എടാ എനിക്ക് ജഗ്ല് ചെയ്യാൻ അറിയില്ല, ആ പ്രശ്നം. ഗൈസ് യുവർ ചോയ്സ് എന്നാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം.
അതൊന്നില്ല കാലിൽ ചെയ്യട്ടോ ആ പിന്നെ റൂൾസ് ആണ്. ഒരു റൂൾസും ഇല്ല ചെയ്യും കാലിലായിട്ടാ ആൾക്കാര് എണ്ണിക്കോളി എനിക്ക് എണ്ണ 3 4 5 6 എടാ പോടാ കുട്ടികളെ വരെ ചെയ്യണം 30 ഇത് കൂട്ടേണ്ട ആവശ്യം എന്നാലും ഞാൻ സാധനം കാണിച്ചു ചെയ്തോ ഞാൻ വെറുതെ അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാം 3 4 5 Oh my God, bro. Oh, hell no, man. What the fuck, man? 30 40 മാനക്കേട് രക്ഷപ്പെടാൻ വേണ്ടി വിഷ്ണു എനിക്ക് മുട്ടിന്റെ മേലേക്ക് മാത്രമേ കേട്ടോ തുറക്കാം 1 2 3 ഞാൻ എന്ത് കാട്ടിട്ട് കാര്യമില്ല ഓൻ ജയിക്കും എനിക്കറിയാം 8 9 10 11 12 40 50 ഓൻ ജയിച്ചു ഗൈസ് 1-1 സോ പോയിന്റ് 1-1 ഓൻ കള്ളക്കളിയാണ് പക്ഷെ എന്നാലും നെക്സ്റ്റ് ചലഞ്ച് ടോട്ടൽ 5 ചാൻസസ് ഉണ്ടാവും എങ്ങനെങ്കിലും ആരാണോ കൂടുതൽ ഗോൾ സ്കോർ ചെയ്യേണ്ടത് അവർ ജയിക്കും പക്ഷേ നമ്മുടെ മെയിൻ ക്യാരക്ടറിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒപ്പം തുറക്കാം ഹിന്ദി കാണിക്കാൻ കണ്ണ് ചിമ്പിയല്ല എന്താ എന്തോ ഞാൻ ജയിച്ചു എഗൈൻ ഇല്ലല്ല അതൊന്നും എടുക്കാം ഒരു വർത്താനമില്ല റൂൾസ് ആർ റൂൾസ് മൂന്നെണ്ണം യുവർ ചോയ്സോ ഞാൻ കണ്ണു വേണ്ട എടുത്ത് ഞാൻ ഇങ്ങനെ തോറ്റാൽ ആയിക്കോട്ടെ ഞാൻ തോൽക്കൂലല്ലോ ലെറ്റ്സ് ഗോ ഗൈസ് അനക്ക് ഞാൻ വേണേ പൊന്തിച്ചിട്ടേ ഹെഡ് ചെയ്ത് സ്കോർ ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്തോ ഇല്ലല്ല പറ്റൂലാന്ന് എനിക്ക് ജയിക്കാനുള്ള ഒരു ചാൻസ് ആണ് അത് ഞാൻ മാക്സിമം ഉപയോഗിക്കും ഗെയിംസ് ദ ഗെയിം ഓക്കെ ഫസ്റ്റ് ആരെ സ്കോർ ചെയ്യാൻ നോക്കാം എനിക്ക് ഇനി ബോൾ ഇട്ടരാണെങ്കിൽ വേറെ ആളെ വിളിച്ചു ഞാൻ എന്തായാലും പോയി 5 അടിക്കട്ടെ കൃഷ്ണോ എനിക്ക് തോന്നണേ ചെക്ക എന്തോ ഉടായ്പ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചെക്കങ്ങളെല്ലാരും കമന്റ്സ് ചെയ്യാൻ താഴത്ത് ഇത് ഞാൻ വേറെ ആർക്കും എഡിറ്റ് ചെയ്യിക്കണം തെണ്ടി നമുക്ക് അതല്ല അങ്ങനല്ല അതായത് ഈ എന്താ ചോദിച്ചാല് അവിടെ വന്നിട്ട് നമുക്ക് പാസ് ചെയ്യാം ഈ കൈ കൊണ്ടിട്ട് കൈ കൊണ്ട് ഹെഡ് ഇട്ട് കൊടുക്കുക ഇത് മാറി കൊടുക്കുക ഈ സ്കോർ ചെയ്തോ നമുക്ക് ഇത് അമലിൽ തോപ്പിക്കാം അവന് 3 ഉയർത്തി വിളിച്ചാൽ വെള്ളം വാങ്ങി തരും ഓക്കെ ആയിക്കോട്ടെ നമുക്ക് കാണാം നമുക്ക് ഞാൻ ഒന്ന് സ്കോർ ഞങ്ങളുടെ ഐഡിയ എങ്ങനെ ഉണ്ടായിരുന്നു ഇതായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് 6 പാക്ക് പറഞ്ഞ ആളെ ഇടിച്ചു കുത്തിരേ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയല്ലേ അങ്ങനല്ലേ മതി ആംബുലൻസ് അയ്യോ അത് നല്ല കളി 1-1 അത് നല്ല കളി എനിക്ക് ഞാൻ 3 ഇത് ഏതാ ഇത് എന്നോട് ഓനെ ഹെൽപ്പ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ ഒരു 2 കളി ഹെൽപ്പ് ചെയ്യണം മരമോന്ന് ഓടിപ്പോയി ഉള്ളി കാട്ടി മറ്റേ കളി ഇത് കണ്ടത് കണ്ടേ നമുക്ക് ഞാൻ സാധാ പഠിക്കാം ഞാൻ തന്ത്രം ഉപയോഗിച്ച് അടിച്ചോട്ടെ ഓ വിഷ്ണുവിന്റെ ടാക്ടിക്സ് കീപ്പർ ഒന്ന് പിടിക്കണം വേണ്ട ഇതിന് കീപ്പർ ഒന്നുമില്ല ഒക്കെ ഫൗളാ പന്ത് പിടിക്ക് ഓനല്ല അവന് പിടിക്കാറോ ഓനൊക്കെ ഇതെന്ത് കീപ്പറാ നിങ്ങളെ അക്കാഡമിയിലല്ലോ കോച്ചിങ് നാട്ടിൽ വളർന്ന കീപ്പറാടാ മൂന്നാമത്തെ എനിക്ക് ഇനി വല്ല 3 അടിച്ചാൽ മാത്രം മതി
ഞാൻ എല്ലാം സ്കോർ ചെയ്ത് അതിനൊരു രസമില്ലല്ലോ. ഇവരെ വന്ന് 2 ഫുട്ട് ടാക്കിൾ ചാടിക്കോ, ചാടി ചവിട്ടെ. കം ഓൺ ഗൈസ്. എന്റെ 4ാമത്തെ ഓക്കെ വിഷ്ണു സ്കോർ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ തന്നെ ജയിക്കുള്ളൂ. വിഷ്ണു ഇപ്പറ ചാടി ചവിട്ട്, ചാടി ചവിട്ടാ. ഓക്കെ അമ്മന്റെ ലാസ്റ്റ് വൺ നമ്മുടെ തല അല്ലല്ലോ മടിക്കൂല. എത്തോ മാറിക്കും. അടുത്ത ഞാൻ ഓർക്ക് ക്രോസ് ചെയ്ത് കൊടുക്കാം. ഓൻ അങ്ങനെയാണെങ്കിലും ജയിക്കണോ നോക്കാം. ചാൻസ് ഉണ്ടായിന്. ഞാൻ ഓനോട് തുടക്കം മുതലേ പറഞ്ഞു ഞാൻ ചെയ്തു കൊടുക്കാം. ഓക്കെ അടുത്ത 5. സോ ഈസി. ഒരു നടക്ക് 1 മില്യൺ കിട്ടിയെന്ന് എല്ലാ നടക്കൊന്നും കിട്ടൂല. ഇപ്പൊ 2-1. നെക്സ്റ്റ് ചലഞ്ച് 4th ചലഞ്ച് ഡ്രിബ്ലിംഗ് ആണ്. ഡ്രിബ്ലിംഗ് ആൻഡ് സ്കോറിങ്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് ഷെയ്ഡാളുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഡ്രിബിൾ ചെയ്ത് പോകണം, എന്നിട്ട് ഫിനിഷ് ചെയ്യണം. എന്നിട്ട് ആരാണോ ഏറ്റവും ഫാസ്റ്റായിട്ട് ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആക്കേണ്ടത് ഓർക്കൊരു പോയിന്റ്. ബട്ട് ട്വിസ്റ്റ് ഫസ്റ്റ് ആർ എടുക്കണം. ഇതെന്താ ഇത് ഫുള്ള് കണ്ണുമ്പോ യുവർ ചോയ്സ് ആണോ? ഗൈസ് ആ പോയിന്റ് ഓനക്ക് കൊടുത്തതായിട്ട് പറയണം. നമുക്ക് നെക്സ്റ്റ് ചലഞ്ച് ഗൈസ്. ഇനി ഞാൻ ഇന്ത്യ എടുക്കുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്ര? 5.66. മാംഗല്യം തന്തുന്നു. മുടി മാറ്റി ടൈം വെക്കണോ? Messi, 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 immenso Messi, ancora 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 Messi, ഫ്രണ്ട് ഗോൾ അടി. എടാ പോട്ടാ സൈഡില്, എടാ സൈഡില്, എടാ ലെഫ്റ്റ് പോടാ, വെറുതെ പറയാൻ മനസ്സിലായി. എടാ ലെഫ്റ്റ് പോടാ. നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അതായത് ഇനി ഒരു കാര്യം ചെയ്യാം. രണ്ടാളും ബ്ലൈൻഡ്. എന്നിട്ട് നമുക്ക് ഡിഫൻഡർ വേഴ്സസ് ബ്ലൈൻഡ് അറ്റാക്കർ അങ്ങനെ ചെയ്യാം. ഓക്കെ എത്ര വാപ്പ 12. ഡാഡിക്ക് പറയാണല്ലോ. ഈ വീഡിയോ കാണുന്ന പൊട്ടിക്കോ. ഓക്കെ റെഡി? ഞാൻ ഒരുമിച്ച് പറയുമ്പോൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 ഗോ. Oh, genius! Absolute genius! ഓക്കെ ഒന്ന് വിട്ടോ, ഇനി കളിക്കല്ലേ. റെഡി? 1 2 3 ഗോ. പോട്ടെ പോട്ടെ. അയ്യോ എടാ പന്ത് അപ്പുറത്ത് കുറച്ച് സൈഡില് അമല് കുറച്ച് സൈഡില് റൈറ്റില്. പിന്നെ വിഷ്ണു 1 2 3 ഗോ. ഓൻ ജയിച്ചു ഗൈസ്. അതാണ് ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെ ആയാലും ഓൻ തന്നെ ജയിച്ചു ഗൈസ്. ലാസ്റ്റ് ചലഞ്ച് വോളീസ് ആണ്. അതിന് ഇനി അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിലേ വോളീസ് ടഫാ. ആരാണോ 3 സ്കോർ ചെയ്യും ഒരു ജയിക്കല്ലേ? അതെ. ഞാൻ ആദ്യം ഞങ്ങൾ രണ്ടാളിൽ ഇച്ചിരി കോൺഫിഡൻസ് വെച്ച് പോയി, ഓവർ കോൺഫിഡൻസ് ആയി. അത് ഞാൻ 3 എന്നൊക്കെ പറഞ്ഞത്. 5 ഷോട്ട് അതിലാരണോ കൂടുതൽ അടിക്കേണ്ട ഒരു ജയിച്ചു. പിന്നെ എന്റെ നാട്ടുകാരൊക്കെ വോളി സ്പെഷ്യലിസ്റ്റ് എന്നാ പറയുന്നത്. മാങ്ങാത്തോലിയാണ് വോളി സ്പെഷ്യലിസ്റ്റ്. കാട്ടുകോയി ഞാൻ കേട്ടില്ല അവിടെ.
റെഡി അടുത്തൊക്കെ അടാ അതോ റെഡി ആയില്ല കീപ്പ് റെഡി ആയില്ല കീപ്പ് റെഡി ഒരു വാങ്ങിയില്ല. അതോ സേവ് ചെയ്ത് സെക്കൻഡ് വൺ അമ്മന്റെ ഓടി ആവണ്ടോ അത് ഓടി ആവണ്ടോ എന്നാ വിഷ്ണു ആവശ്യമില്ല. 2 out of 2 ഗൈസ്. വോളി സ്പെഷ്യലിസ്റ്റ്. വെറുതെ ആണോ നമുക്ക് അങ്ങനെ പേരിട്ട്? വിഷ്ണുട്ടോ റെഡി. മൂന്നാമത്തെ അവല്ലേ വിഷ്ണു സ്പെഷ്യലിസ്റ്റ് അടുത്ത സ്പെഷ്യലിസ്റ്റ്. ഒരു ചേഞ്ച് ഫ്രണ്ട് പ്രൊഫഷണലും നാടൊക്കെ കണക്കാ. ഓ പ്രൊഫഷണലാ, ഞാൻ ആരുമല്ല. എനിക്ക് ഓനോട് ഒന്നും കൂടെ ചലഞ്ച് നടക്കും. അത് കേക്കാൻ നിൽക്കാനാണ്. ആരാണോ ബൈസിക്കിൾ സ്കോർ ചെയ്യേണ്ട ഒരു ഓക്കെ ആണ്ടേ മറ്റേ സാധനം വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. റെഡി ഞാൻ ക്രിസ്ത്യാനോനെ ആവാഹിച്ചിരുന്നു. അല്ലെങ്കിൽ വെച്ച് സേവ് ചെയ്യണ പോലെ ഓന്റെ അടുത്ത് ഇത് മറ്റേ ചന്ദ്രനിൽ എത്തിയാറ പോലെ. ഫസ്റ്റ് വൺ ആയതുകൊണ്ടാ അടുത്തത് പോടാ. ഇതോടെ സൂചന ഒഴിവാക്കിട്ടോ. ഈ കമന്റ് അപ്പൊ ആര് ജയിച്ച്? ഇപ്പൊ എന്താ സ്കോർ എന്താ? ഇതിൽ ഞാൻ ബൈസിക്കിൾ അടിച്ച വീണ്ടും ഓക്കെ അപ്പൊ വിഷ്ണു അങ്ങനെ ചാൻസ് കൊടുക്കണം എനിക്ക് അല്ലേ? ഞാൻ ചാൻസ് കൊടുത്തോണ്ടല്ലോ പോകുമ്പോ. ഓക്കെ ഓക്കെ ഇത് ചന്ദ്രനിലെത്തി. അപ്പൊ ശരി, എന്താ പറയാല്ലേ തല പറ്റാനൊന്നും ഇല്ലല്ലോ. കുടുംബപരമായിട്ട് ഞാൻ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാവാ വൈൻഡപ്പ് ചെയ്യാ എടാ. ഓക്കെ ഓക്കെ എടാ തെറ്റിയടാ ചേക്കൻ തെറ്റി. പണിഷ്മെന്റ് ഉണ്ട് അതോന്ന് തോൽക്കാണെങ്കിലാ പണിഷ്മെന്റ് എന്താ? ഓന് കുറച്ച് ഫ്രണ്ട് കൊടുക്ക്. അല്ലല്ലേ ഫ്രണ്ട് കൊടുക്ക്. തോറ്റാലും പണിഷ്മെന്റ് ഞാന് ഒന്നുമില്ല നിർത്തി. ബൈ.